ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാണാനാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല ഈ ടൂർണമെൻറ്റ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കും ഞാൻ മാത്രം കണ്ടാൽ പോരെന്ന്. അത് കാണിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ബാംഗ്ലൂരിൽ നിറയെ ടൂർണമെൻറ്റുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടുത്തെ ബൗളിങ്ങിൻ്റെ ആക്ഷൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുഞ്ഞിലേക്ക് ഒരു ടൂർണമെൻറ്റൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് ഫുള്ള് കൈ കറങ്ങില്ല, അല്ലെങ്കിൽ ഫുള്ള് ആക്ഷൻ കൈ കറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പല കളിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ബാംഗ്ലൂർ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി, ബൗളിങ് നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആരെയും കൈ കറക്കാമെന്നൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ മാങ്ങ കയറി ഒറ്റ കയറാണ്. അത് കണ്ടുകൊണ്ടാണ് നിങ്ങളെ കാണിക്കണമെന്ന് ചിന്തിച്ചത്. ഇത് നല്ല രീതിക്ക് ഒരു അടിപൊളി സെറ്റപ്പിലൊക്കെ നടന്നൊരു ടൂർണമെൻറ്റാണ് കേട്ടോ. 5 ഓവറിൻ്റെ കളി, അതേപോലെ തന്നെ നിറയെ ടീമുകളുണ്ട്, ഇങ്ങനെ ബാക്കിൽ നിൽപ്പുണ്ട്. അതിനൊക്കെ തന്നെ നിങ്ങൾ നോക്കി നല്ല ശ്രദ്ധിച്ചാൽ കാണുമോ, ബോളിങ് ശ്രദ്ധിച്ചിട്ട് ഈ ബൗളിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ. കണ്ടല്ലോ, ഇതാണ് ബൗളിങ്. അപ്പം ഈ ബൗളിങ്ങിൻ്റെ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇത് ഒരാൾ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എറിയുന്നത്. അതേപോലെ തന്നെ 2-3 ടീമിൻ്റെ കളിയുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ നല്ലോണം മനസ്സിലാവും. നിങ്ങൾ നോക്കി കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കുഞ്ഞിലേക്ക് ടൂർണമെൻറ്റ് പോകുന്ന സമയത്ത് എൻ്റെ കൈ ഫുള്ള് കറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് പലയിടത്തും. അതിൻ്റെ വിഷമം കൂടാണ് ഞാൻ ഇത് കാണിച്ചിട്ട് തീർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ എമ്പുരാനിലെ വിവാദമായ ഒരു പേരാണ്. വേറെ ഒന്നുമല്ല, ബജ്രംഗി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എന്നാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആ കമൻട്രി പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ബജ്രംഗി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ബജ്രംഗി ക്രിക്കറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, എമ്പുരാനിൽ പറയുന്ന ഇതൊന്നും കട്ട് ചെയ്യാൻ പറഞ്ഞ കളയരുത്. കട്ട് ചെയ്യാൻ എമ്പുരാൻ എന്ന് വെച്ചാൽ 3 മണിക്കൂറുണ്ട്, അതിനകത്ത് 4 മിനിറ്റ് പോയാൽ ഒന്നും ആകത്തില്ല. ഇതിൻ്റെ വെറും 4 മിനിറ്റ് വീഡിയോ ആണ്. ഈ 4 മിനിറ്റിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും കാണത്തില്ല, ചുമ്മാ തമാശ പറഞ്ഞേടോ. അപ്പം ആരും കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിക്കറ്റ് വീഡിയോ. നിങ്ങൾ ജസ്റ്റ് ഫുള്ള് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതേ ബൗളിങ്ങിൻ്റെ അതേപോലെ നെക്സ്റ്റ് ടീമിൻ്റെ കളികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് ബൗളിങ്ങിൻ്റെ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ ദിവസമുള്ള ടൂർണമെൻറ്റ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കളികളും തീർക്കും. അതായത് ഒരു ഞായറാഴ്ച രാവിലെ തുടങ്ങി രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാ കളികളും കഴിഞ്ഞിരിക്കും. അതായത് രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫൈനലാവും എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കളികൾ കണ്ട കളികളുടെയൊക്കെ ചെറിയ ക്ലിപ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಡ್ತಾ ಇದ್ದಾನೆ. ಬಹಳಷ್ಟು ಉತ್ತಮ ರೀತಿಯ ಹೊಡೆತ ಪಾಯಿಂಟ್ ಅಲ್ಲಿ ದಾಖಲಿಸಿಕೊಳ್ತಾ ಇದ್ದಾರೆ. ಈ ಮುಖೇನವಾಗಿ ಉತ್ತರಿ ಆಘಾತ, ರನ್ಔಟ್ ಮುಖೇನ 17 ಓಟದ ಅವಶ್ಯಕತೆ. ಮುಖ್ಯವರು ಕಾಡ್ತಾ ಇದ್ದಾರೆ, ಬಜ್ರಾಗಿ ಕ್ರಿಕೆಟರ್ಸ್ ಜಯಿಸಿಕೊಳ್ತಾ ಇದ್ದಾರೆ. ಅದೇ ರೀತಿ ಮುಂದಿನ ಪಂದ್ಯದ ಟಾಸ್ ಅನ್ನು ಜಯಿಸಿರ್ತಕ್ಕಂಥ ಗಜಾನನ ಕ್ರಿಕೆಟರ್ಸ್ ಆದಷ್ಟು ಬೇಗ ಅಂಕಣದ ಎಂಟ್ರಿಯನ್ನು ಪಡ್ಕೊಳ್ಳಿ, ಕ್ಷೇತ್ರ ರಕ್ಷಣೆ ಜಮಾವಣೆಯನ್ನು ಮಾಡ್ಕೊಳ್ಳಿ. ಅದೇ ರೀತಿ 2ನೇ ದಿನದಲ್ಲಿ ಮುಂದುವರಿಕೆಯನ್ನು ಕಾಣ್ತಾ ಇದೆ. ಆಟಗಾರರು ಗಜಾನನ ಕ್ರಿಕೆಟರ್ಸ್ ನ ಪರವಾಗಿ ಏಟಿನಲ್ಲಿ ಲೆಗ್ ಲಾನ್ಸ್ ಮಾಡುವಂತ ಪ್ರಯತ್ನ, ಡೀಪ್ ಸ್ಕ್ವೇರ್ ಲೆಗ್ ನಲ್ಲಿ ಒಂದು ಓಟವನ್ನು ದಾಖಲಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಮತ್ತೆ ಒಂದು ಓಟದ ಪೂರೈಕೆ, ರವಿಕುಮಾರ್ ವೈಡ್ ಬಾಲ್ ಅತಿಕ್ರಮ ಓಟದ ಮುಖೇನವಾಗಿ ಮೂಲಕ 5 ಓಟಗಳು. ಅಂಪೈರ್ ಫೈನಲ್ಸ್. ಥ್ಯಾಂಕ್ ಯು. ಅಂಪೈರ್ ತೀರ್ಮಾನ, ಅಂತಿಮ ತೀರ್ಮಾನ ಸಂಘಟನೆಗಳ ತೀರ್ಮಾನ ಕೂಡ ಅಂಪೈರ್ ತೀರ್ಮಾನ ಕೂಡ ಆಗಿರ್ತದೆ. ಆತನ ಮಧ್ಯೆ 5 ಓಟಗಳು, 14. അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിശേഷങ്ങൾ, അതായത് ബജ്രംഗി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിശേഷങ്ങൾ. അപ്പം നമ്മൾ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴും ഇവിടെ മാച്ചിലൊക്കെ നമ്മൾ പോകുന്ന ഉച്ച സമയത്താണ്, തിരിച്ചു വരുമ്പോൾ വൈകിട്ടായി. അപ്പം വരുമ്പോഴും ഇവിടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ പോകുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു കാണികൾ പോലും ഇല്ല. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിറയെ കാണികൾ എല്ലാ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബജ്രംഗി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ രാത്രി 12:30 വെയിറ്റ് ചെയ്യുന്നില്ല. ഇവർ പറയുന്നത് വെച്ചാൽ 12:30 കഴിയും ഇതിനൊക്കെ ടൂർണമെൻറ്റ് കഴിയാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. നമ്മൾ എത്രയും വേഗം അടുത്തൊരു വീഡിയോ ആയിട്ട്, അതായത് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരും. അതേപോലെ ബൈ.